നിങ്ങൾക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ സമയം നിങ്ങളെ ഓരോരുത്തരെയും ദൈവസമക്ഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പരിസരത്ത് വ്യാപാരം ചെയ്യുന്നവരും തൊഴിലാളികളും മോട്ടോർ വാഹന തൊഴിലാളികളും യാത്രക്കാരുമായ നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ സർവാധിപനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അലട്ടുന്ന മനസ്സിന്റെ വേദനകളും ശരീരത്തിന്റെ രോഗങ്ങളും ഭൗതികമായ പ്രതിസന്ധികളുമൊക്കെ പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അവന്റെ ആത്മാവിന്റെ രക്ഷ പ്രധാനപ്പെട്ടതായി തോന്നണമെങ്കിൽ അവന് ദൈവത്തോട് സ്നേഹവും ദൈവത്തോട് വിധേയത്വവും ഭക്തിയും ഉണ്ടായിരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സൃഷ്ടാവായ ദൈവം, നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവായ ദൈവം നമ്മളെ നിരന്തരം പരിപാലിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാവണം. നമുക്ക് ആ വിശ്വാസത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അബ്രാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ആ ദൈവം, നമ്മുടെ പൂർവികരുടെ ആ വിശ്വാസ പാരമ്പര്യത്തിലൂടെ നമ്മൾ നിന്ന് കടന്നു പോകുമ്പോൾ ആ ദൈവത്തോട് നമുക്ക് വിധേയത്വവും സ്നേഹവും കടപ്പാടും ഉണ്ടാകും. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും അടങ്ങുന്ന